ഹലോ കോഡേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ മെഡിക്കൽ കോഡിംഗ്. ഇന്ന് ഇവരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലെ ക്രിട്ടിക്കൽ കെയർ സെക്ഷനിലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ നമുക്ക് ക്രിട്ടിക്കൽ കെയർ സർവീസസ് എന്താണെന്ന് നോക്കാം. Critical care is the direct delivery by a physician or other qualified healthcare professional of medical care for a critically ill or critically injured patient. A critical illness or injury acutely impairs one or more vital organ system such that there is a high probability of imminent or life-threatening deterioration in the patient's condition. അതായത് വൈറ്റൽ ഓർഗൻസൊക്കെ ഡാമേജായി മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന കെയറാണ് ക്രിട്ടിക്കൽ കെയർ. ഓർ പേഷ്യൻറ്റിൻ്റെ ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിൽ കൊടുക്കുന്ന കെയറാണ് ക്രിട്ടിക്കൽ കെയർ. ഇനി നമുക്ക് ക്രിട്ടിക്കൽ കെയർ കോഡുകൾ നോക്കാം. 99291 ആൻഡ് 99292 ഔട്ട് പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ കോഡുകളാണ്. അത് ഏജ് ഇൻഡിപെൻഡൻറ്റ് കോഡുകളാണ്. അത് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യുക. The interpretation of cardiac output measurements, chest X-ray, pulse oximetry, blood gases, and collection and interpretation of physiologic data, gastric intubation, temporary transcutaneous pacing, ventilatory management, and vascular access procedure. ഈ പറഞ്ഞ പ്രൊസീജിയർ എല്ലാം 99291 ആൻഡ് 99292 കോഡിൻ്റെ ഒപ്പം ബണ്ടിൽഡാണ്. അതായത് ഇവയൊന്നും സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പ്രൊസീജിയർ ക്രിട്ടിക്കൽ കെയറിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഏജ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയർ കോഡുകളാണ് 99468 മുതൽ 99476 വരെ. Neonates up to 28 days 99468 and 99469. Infants 29 days to 24 months 99471 to 99472. Pediatric 2 to 5 years 99475 and 99476. Above 5 years old inpatient critical care നമ്മൾ കൊടുക്കുന്ന കോഡ് 99291 and 99292 ആണ്. 99468 99476 വരെയുള്ള കോഡുകളിലൊപ്പം വാസ്കുലർ ആക്സസ് പ്രൊസീജിയേഴ്സ് ബണ്ടിൽഡ് ആണ്. അതായത് ഇവയൊന്നും സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 99471 99476 വരെയുള്ള കോഡുകളുടെ ഒപ്പം വാസ്കുലർ ആക്സസ് പ്രൊസീജിയേഴ്സ് മാത്രമല്ല, ഔട്ട് പേഷ്യൻറ്റ് ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഇതിലും ബണ്ടിൽഡാണ്. അവയൊന്നും സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Dr. Parrish, a pediatrician, continues to follow Rachel, who is not critically ill but requires intensive cardiac and respiratory monitoring, frequent checks of her vital signs, nutritional adjustment, and oxygen monitoring. Rachel is 32 days old with a current weight of 3,200 grams. Dr. Parrish saw Rachel 3 separate times on Tuesday. What codes correctly captures Tuesday services? ക്വസ്റ്റ്യനിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ക്രിട്ടിക്കലി ഇല്ലല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എന്താണ് 99291 ഓപ്ഷൻ ബിയിലുള്ള 99471 ഓപ്ഷൻ ഡിയിലുള്ള 99471 ഇതെല്ലാം എന്താണ് ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആൻസർ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. പിന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ സി 99480 സബ്സിക്വൻറ്റ് ഇൻറ്റൻസീവ് കെയർ പെർ ഡേ ഫോർ ദ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റിക്കവറിങ് ഇൻഫാൻറ്റ്. ഇതിൽ പെർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര തവണ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ കോഡ് മാത്രം മതി. സോ നമ്മുടെ ആൻസർ സി ആണ്. CPD കോഡ് 99480 ഇനീഷ്യൽ ആൻഡ് കണ്ടിന്യൂയിങ് ഇൻറ്റൻസീവ് കെയർ സർവീസസിലെ കോഡാണ്. ആ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കോഡ് 99477 റെപ്രസെൻറ്റ് ദ ഇനീഷ്യൽ ഡേ ഓഫ് ഇൻപേഷ്യൻറ്റ് കെയർ ഫോർ ദ ചൈൽഡ് ഹു ഇസ് നോട്ട് ക്രിട്ടിക്കലി ഇൽ ബട്ട് റിക്വയേഴ്സ് ഇൻറ്റൻസീവ് ഒബ്സർവേഷൻ, ഫ്രീക്വൻറ്റ് ഇൻ്റർവെൻഷൻസ് ആൻഡ് അതർ ഇൻറ്റൻസീവ് കെയർ സർവീസസ്.
Code 99478 99480 are used to report the subsequent day services of directing the continuing intensive care of the low birth weight, etc. ഈ സെക്ഷനിൽ പറയുന്നത് പേഷ്യൻ്റ് ക്രിട്ടിക്കലി ഇല്ലെങ്കിൽ കൂടിയും റിക്വയർസ് ഇൻറ്റൻസീവ് ഒബ്സർവേഷൻ, ഫ്രീക്വൻറ്റ് ഇൻ്റർവെൻഷൻസ് ആൻഡ് അതർ ഇൻറ്റൻസീവ് കെയർ സർവീസസ് എക്സെട്ര. ക്വസ്റ്റ്യനിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് പേഷ്യൻ്റ് ക്രിട്ടിക്കലി ഇല്ലല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് വേണം കോഡ് പിക്ക് ചെയ്യാനായിട്ട്. Next question. A 5-year-old boy was brought to the ER by a social worker who discovered him alone in spasm and seizure. The social worker relates that the child's older sister told her the boy was bitten on the hand by a raccoon he played with 11 days ago. No treatment was sought for the injury at the time, but the area was inflamed and hot. According to the social worker, the mother is a drug addict and often leaves the children unattended. Illness actually began 2 days ago with headache and restlessness and inflammation at the wound site. The child expired due to cardiorespiratory failure before any effective treatment could be administered. CPR was performed but was not successful. The physician diagnosis was listed as rhabdovirus from infected raccoon bite, not treated due to child neglect. Critical care was provided for 60 minutes. Which of the following code set will be provided? എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട് പേഷ്യൻ്റ് ആണ്. ക്രിട്ടിക്കൽ കെയർ 60 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ഔട്ട് പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയറിന് 2 കോഡുകളാണുള്ളത്, 99291 ആൻഡ് 99292. അപ്പോൾ നമുക്ക് 60 മിനിറ്റ് ആകുമ്പോൾ 99291 മാത്രം കോഡ് ചെയ്താൽ മതി. അത് അവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കോഡ് പിക്ക് ചെയ്യാനായിട്ട്. ഓപ്ഷൻ സിയിലും ഡിയിലും ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡ് മെൻഷൻ ചെയ്തിട്ടില്ല. ഓപ്ഷൻ ബിയിൽ 99291 ആൻഡ് 99292 കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആകെ 99291 മാത്രം മതി. അപ്പോൾ ആൻസർ എ ആണ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Neonatologist admitting a 20-day-old infant to NICU for cyanosis and rapid breathing. He performed intubation, ventilation management, and a complete echocardiogram in the NICU and provided a report for the echocardiography which did indicate congenital heart disease. Select the correct code for the physician service. പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് ആണ്, കാരണം ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 20-day-old ഇൻഫാൻ്റ് ആണ്. ക്രിട്ടിക്കൽ കെയർ ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ഔട്ട് പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡാണ്. അപ്പോൾ അതപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ എ, ബി, സി നോക്കാം. 99460 ന്യൂ ബോൺ കെയർ സർവീസിൻ്റെ കോഡാണ്. ഓപ്ഷൻ സിയിൽ ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡുകളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ എ ആണോ ബി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഓപ്ഷൻ ബിയിൽ 99471 ഏജ് അവിടെ കൊടുത്തിട്ടുള്ളത് 29 days through 24 months ഓഫ് ഏജ് ആണ്. ഇവിടെ 20-day-old ഇൻഫാൻ്റ് ആണ്. സോ ആൻസർ എ ആണ്, 99468 വിത്ത് മോഡിഫയർ 25 ആൻഡ് 93303 വിത്ത് മോഡിഫയർ 26. 99468 എന്താണ്? ഇനീഷ്യൽ ഇൻപേഷ്യൻ നിയോനാറ്റൽ ക്രിട്ടിക്കൽ കെയർ പെർ ഡേ ഫോർ ദ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ ക്രിട്ടിക്കലി ഇൽ നിയോനാറ്റ് 28 days of age or younger. So answer A. Next question. A 20-month-old child is admitting to the hospital with pneumonia and acute respiratory distress. The physician spent 3 minutes intubating the child and spends 90 minutes of critical care time stabilizing the patient. ക്രിട്ടിക്കൽ കെയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആൻഡ് സി 99291 ആണുള്ളത്. അത് ഔട്ട് പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡാണ്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കറിയാലോ 31500 ഒക്കെ എന്താണ്?
ഇൻറ്റുബേഷൻ്റെ കോഡാണ്. അത് ഓൾറെഡി ക്രിട്ടിക്കൽ കെയറിൽ ബണ്ടിൽഡാണ്. സോ നമ്മുടെ ആൻസർ ഡി 99471. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An infant is born 6 weeks premature in rural Arizona, and the pediatrician in attendance intubates the child and administers surfactant in the ET tube while waiting in the ER for the air ambulance. During the 45 minutes of wait, he continues to bag the critically ill patient on 100% oxygen while monitoring VS, ECG, pulse oximetry, and temperature. The infant is in a warming unit, and an umbilical vein line was placed for fluid and in case of emergent need for medication. How is this coded? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഔട്ട് പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അംബിലിക്കൽ വീനസ് കത്തീറ്റേഴ്സിൻ്റെ കോഡാണ് 36510. സർഫക്റ്റിൻ അഡ്മിനിസ്ട്രേഷൻ്റെ കോഡാണ് 94610. എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ്റെ കോഡാണ് 31500. ഈ പ്രൊസീജിയേഴ്സ് 99291 ഒപ്പം ബണ്ടിൽഡ് അല്ല, അത് സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. സോ ആൻസർ സി ആണ്.